ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താ നിങ്ങൾ കണ്ടിട്ട് വാ. ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നൊരു കണ്ടന്റ് ഇല്ല. അപ്പോഴാണ് ഞാൻ ഷിക്കൂട്ടനെ വിളിച്ചത്. ഷിക്കൂട്ടൻ അപ്പോഴത്തേക്ക് കാറും എടുത്ത് വന്നു. നമ്മൾ എന്തായാലും ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ കാണാതെ ഏതെങ്കിലും ഒരു സ്ഥലമോ എന്തെങ്കിലും ഒരു സാധനമോ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു നമ്മളല്ലെങ്കിൽ ഒരു നല്ലൊരു ചായ സ്പോട്ടാ അങ്ങനെ എന്താ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും നമുക്ക് കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പറ്റുമോന്ന് അറിയില്ല, നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ വ്ളോഗ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. നിങ്ങൾ കാത്തിരുന്നോ, സ്റ്റേ ട്യൂൺ. ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മൾ എടുത്തേക്കാ പോകുന്നത്. ഇന്ന് നമുക്ക് പെറ്റ് സ്റ്റേഷനിൽ പോയാലോ? പെറ്റ് സ്റ്റേഷൻ അടിയാ, അത് മാട്ടൂല് പോണം. അങ്ങോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് കിളികളെയും കുറച്ച് മത്സ്യങ്ങളെയും ഒരു 2-3 കുതിരകളെയും പാമ്പെല്ലാം ഉണ്ട്. നമുക്ക് പാമ്പിനെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പാമ്പിനെ കാണാൻ മറ്റേ ഇവിടെ പോയാ പോരെ, പാപ്പിന് ശരി. അവിടെ പോയിട്ട് കാര്യമില്ല. ഇത് വെറൈറ്റി പൈത്തൺസുകൾ ഉണ്ട്. അതൊന്നും കോബ്രയില്ല, കോബ്ര കിങ് കോബ്രയൊന്നുമില്ല. കോബ്രയില്ല. പിന്നെ മിനിയേച്ചർ ഹോസ് ഉണ്ടാവും, പിന്നെ ക്യാമൽ, പിന്നെ പറ്റുമോ, മേലെ കയറാൻ പറ്റുമോ? ഹോസിന്റെ പറ്റും തോന്നുന്നു. മിനിയേച്ചർ ഇതുണ്ട്, കൗ ഉണ്ട്, മറ്റേ ചെറിയ. നീ പയ്യാമ്പലത്ത് പോയാലും കയറിയില്ലേനോ? പയ്യാമ്പലത്തല്ലല്ലോ, മുഴപ്പിലങ്ങാട് ഇവൻ ഹോസിന്റെ മേലെ കയറിയ. അത് ഞാനൊരു പ്രോ റൈഡർ ആണ്. ഇവിടെ കൊടുക്കാം. ഇവിടെ ഞാനൊരു പ്രോ റൈഡർ ആണ്. എനിക്ക് ഹോസിങ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്, ഹോസ് റൈഡിങ്. അതെ. ഗായ്സ്, നമ്മളിവിടെ ഒരു ടീ ഷോപ്പ് കണ്ടു, പഞ്ചാരമുക്ക്. ഇത് നമ്മൾ പുതിയ കണ്ടുപിടിച്ച ചായ സ്പോട്ടാണ്. ഇവിടെ എങ്ങനെയുണ്ട്, ഒറ്റവട്ടത്ത് കാണുമ്പോൾ ഫുള്ള് വൈബ് സ്ഥലമാണ്. പഞ്ചാരമുക്ക് എന്ന പേര്. ഒരാഴ്ചയായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് പോയി കയറി നോക്കാം എങ്ങനെയുണ്ട്. ഫുള്ള് ചായക്കടിയെല്ലാം നമ്മൾ നട്ടുച്ചക്കാന്ന് പോയിന്. എന്നിട്ട് ഇവിടെ ബട്ടർ ബണ്ണും അങ്ങനത്തെ സെറ്റപ്പെല്ലാം ഉണ്ടായിരുന്നു. നമ്മളോരോ ബട്ടർ ബണ്ണും ഏകദേശം അതിൻ്റെ അകത്തിൽ എല്ലാം ഓരോന്ന് വെച്ചിട്ട് വാങ്ങി. നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ വയനാട് പോയിട്ട് ജലജ ബേക്കറിയിൽ നിന്ന് ബട്ടർ ബണ്ണ് കഴിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പം നോക്കുമ്പോൾ അതേ ടേസ്റ്റ് തന്നെ ഇവിടുത്തെ ബട്ടർ ബണ്ണിനുണ്ട്. പിന്നെ ഇവിടുത്തെ പുഴയെല്ലാം നോക്കി നല്ല വൈബായിട്ട് ഇരുന്നിട്ട് ചായയെല്ലാം കുടിക്കുക, അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ബാക്കിയെല്ലാം ഇതാ കല്ലുമക്കായെല്ലാം അടിപൊളിയാണ്, കിടിലൻ ടേസ്റ്റാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാറപ്പുറത്തുനിന്ന് ഇവിടെ മേലൂർ റോഡിലേക്ക് പോകുമ്പോൾ ഇടത്ത് ഭാഗത്താണ്, ലെഫ്റ്റ് സൈഡ്. പിന്നെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് വിടുന്നതാണ് മാട്ടൂല് പെറ്റ് സ്റ്റേഷനാണ് നമ്മൾ അടുത്ത ലൊക്കേഷൻ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡെല്ലാം കുറേയെല്ലാം ബ്ലോക്കും കുണ്ടും കുഴിയെല്ലാം ആയിരുന്നു. ഇപ്പോഴാണ് കുറച്ച് നല്ല റോഡ് കിട്ടിയത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങ് എത്തും. ഇനിയിപ്പോൾ ഇതാ പെറ്റ് സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ. 1 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ പെറ്റ് സ്റ്റേഷൻ എത്തി. ഇപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ ബൈ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫൈനലി മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ്റെ അവിടെ എത്തി. പെറ്റ് സ്റ്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ പെറ്റ് സ്റ്റേഷൻ? അതിൻ്റെ സൈഡിൽ ബീച്ച്. അടുക്കിതാ ഇവൻ ഷിഗിക്കുട്ടൻ വണ്ടീൻ്റെ ഫോട്ടോസ് എടുക്കുകയാണ്. ഇവനൊരു വണ്ടി ഭ്രാന്തനാണ്, നിങ്ങൾക്കറിയോ? ഇതാണ് പെറ്റ് സ്റ്റേഷൻ. ഞാനും പറഞ്ഞു, ഈ പറഞ്ഞാ ഇപ്പൊ നമ്മള് ബൈക്കിലാന്ന് കളി. അതുകൊണ്ട് ഇതാ മുമ്പ് തന്നെ ഒരു ആനയുണ്ട്, എലിഫന്റ്. ആനയുടെ പ്രതിമയാണ്. ഇതാണ് പെറ്റ് സ്റ്റേഷനിലെ ആള്. ഹായ് ബ്രോ. ടിക്കറ്റ് എടുക്കണം. ഇനി എത്ര പൈസ നോക്കും? ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അന്നേരം പിക്ക് എടുക്കാനെല്ലാം കയ്യില്ലേ? നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഫോട്ടോ എടുക്കാൻ ഞാനും ഒരു പെറ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനല്ലോ. ഇതല്ലേ കുട്ടികളുടെ അകത്തില്ലേ? അകത്തല്ല. ഫസ്റ്റ് ഇവിടെ പോയിട്ട് പോവാം. അടുക്കി എത്തി. ഇതാണ് ടോർക്ക്. നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതെന്തോ തിന്നുന്നതാണ് ടോർക്ക് ഫുഡ് അടിക്കുന്നത്. ബാബാ, അടുത്തേക്ക് പോവാം നമുക്ക്. ഇത് മാർവാരിയാണ് ഇനം. ബോണി ഇങ്ങോട്ട് നോക്ക്. ബോണി എന്താ ബോണീൻ്റെ ആക്സസറീസ് ആണ് അതാ അവിടെ കാണുന്നത്. എൻ്റെ ബാക്ക് കണ്ട ബോണീൻ്റെ ബാക്കിൽ.
സിൽവർ വുഡ് ഡക്ക്. സിൽവർ വുഡ് ഡക്ക് ആണ് ഗൈസ്. ഡക്ക് ഗൈസ്, ഡക്ക്. ഇത് വേറൊരു ഡക്ക്. ഫുള്ള് ഡക്കുകളാണ് ഇവിടെ. അരാപ്പൈമ. അരാപ്പൈമ ഗൈസ്, അരാപ്പൈമ. ഫേസ് നോക്കിയാ ഒരു മനുഷ്യനെ ഒതുങ്ങേണ്ട അരാപ്പൈമ. മനുഷ്യന്മാരെയൊക്കെ ബുദ്ധിമുട്ട് ഗൈസ്. ഞാൻ പറഞ്ഞേ കയ്യൊക്കെ കടിച്ച് മുറിച്ചിട്ട് കാണുന്നുണ്ട് നിങ്ങൾ. ഡു നോട്ട് ടച്ച് എഴുതിയിട്ടുണ്ട്. ഇത് വൈറ്റ് അലിഗേറ്റർ കാർ. വൈറ്റ് അലിഗേറ്റർ കാറാണ്. ഇത് ജൈന്റ് ഗൗറ. ജയില് ഗൗറ. അരയന്നം. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവും അല്ലെ? കാണും കാണും. കാണാൻ വഴിയുണ്ട്. അരയന്നാണ് ഇത്, പക്ഷെ ഒരു പ്രത്യേക ടൈപ്പാണ്. ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ അരയന്നം. ഗായ്സ്, ഇതിന്റെ പേരെന്താന്ന് അറിയില്ല. കാക്കേനെ പോലെ ഉണ്ട്. കാക്കേനെ പോലെ ഉണ്ട്. ഒരു വെറൈറ്റി സാധനമാണ്. മക്കാവിനെ കാണിച്ചു കൊടുക്കറാ. മക്കാവ് കൊടുത്തു. മക്കാവോ. ഇത് റെഡ് ഇതാ. ഇതിനെ കയ്യിലെടുക്കാൻ പറ്റും. അപ്പറുണ്ട് റെഡ്. റെഡ് മക്കാവോ. പിന്നെ വേറെ നിങ്ങൾ കഴുതേനെ കാണുന്നുണ്ടോ? സോറി, ഇവനല്ല. ഇതാണ് മിനിയേച്ചർ ഡോങ്കി. മിനിയേച്ചർ ഡോങ്കി. യാ, നല്ല വലിപ്പമുണ്ടല്ലോ. ഇനി അടുത്തത് ഇതെന്തോ ആടാണ്, എന്നാ അറിയില്ല. ആടാ കൊടുത്തു. ടർക്കിഷ് എന്തോ സാധനമാണ്. ടർക്കിഷ് ആട്. മിനിയേച്ചർ കൗ. ഇതാ ഫുൾ വെറൈറ്റി സംഭവം. മിനിയേച്ചർ കൗ. ഇവിടെ തുടരടാ. മിനിയേച്ചർ കൗ. മതി. അതിന്റെ ആല എടുത്തില്ല. ഇത് മിനിയേച്ചർ ഹോസ്. എടുക്ക്. ഇത് മിനിയേച്ചർ ഹോസ്. ഇത് ചിലപ്പോൾ കടിക്കും കാശ്. കൊടുക്ക്, കൈ കൊടുക്ക്. എന്നെങ്ങനെ പേടി. ഇത് കടിക്കോടാ. അടുത്ത ഒട്ടക പശിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ. നമ്മൾ ക്യാമലിന്റെ അടുക്ക് എത്തി. ഇതിനെ നമ്മൾ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. ഇത് നമ്മൾ വന്ന നേരം തൊട്ട് എന്തോ തിന്നോണ്ടിരിക്കുന്നതാണ്. എന്താന്ന് മനസ്സിലാകുന്നില്ല. കാര്യമായിട്ട് തിന്നുന്നുണ്ട്. ഗിനി അല്ല, ഇതെന്താ സാധനം? എമു ഗൈസ്. സിക്കൂട്ടർ പേടിയായി. എമു വന്നൊരു സിക്കൂട്ടർ പേടിയായി. അല്ലോ, ഏകതരം ഷീപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കൊമ്പ്, 4 കൊമ്പ്. 4 കൊമ്പുണ്ടോ? നമുക്ക് ഈ പാമ്പിനെ എടുക്കാം. കൂപ്പിന് കൊടുക്കട്ടെ. മാറോടി പാമ്പിനെ ധരിക്കാൻ പോകുന്നു. എന്തിട്ട് മാറോളി എക്സ്പീരിയൻസ് പറ. അടിപൊളി, നല്ല സോഫ്റ്റ് ആണ്. നീ എന്നെ വീട്ടിൽ നിന്ന് ചേരേനെ പിടിക്കലുണ്ടെന്ന് പറയുന്നത്. അതായത് മക്കാവനെ എടുത്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ എക്സ്പീരിയൻസ്? അടിപൊളി മക്കാവും. എന്നാ പേരുന്ന അതിന്റെ കിട്ടുവാ. കുട്ടുവാ. ഇനി അതിന്റെ ഫ്രണ്ടിന്റെ അടുക്ക വെച്ചോ. എനിക്ക് വേണം. എനിക്ക് വേണം. നോക്കട്ടെ. ബാ, അങ്ങനെ വരൂ. വാച്ച് കടിക്കോ. ബാ കടിക്കോ. അവിടെ ഒന്ന് എന്റെ കയ്യിൽ വെച്ചോ. കായ്സ് മക്കാവു സിക്കൂട്ടന്റെ കൈകളിലേക്ക്. കടിക്കോ. അടുത്തതായി സൺകോണൂറിന്റെ അടുക്ക അവര് കേറിയിട്ടുണ്ട്. സൺകോണൂർ ഫുള്ള് സൺകോണൂർ മാറോളിനെ ആക്രമിക്കുന്നു. ഫുൾ ഓഫ് കൊണോസ്. പറപ്പിക്കും. ഡാൽമേഷൻ ഡോഗ്. ഇത് കാനിക്കോസി. ഇവനെല്ലാം ഈ പേര് നോക്കിയിട്ടാ കാഴ്ച വായിക്കുന്നത്. ഇത് നമുക്ക് അറിയായിട്ടാ. ഇത് റോഡ് വീലർ. റോഡ് വീലറിനെ നമുക്കറിയാം. ഇത് ഹസ്കി.
ഹസ്കി ഇടും മഞ്ഞിലാറ്റല്ലേ ഉണ്ടാവും. അമേരിക്കൻ പുള്ളി. അമേരിക്കൻ പുള്ളി. ഇത് നാടൻ. നിങ്ങൾ ആക്ച്വലി ഒരു മൃഗസ്നേഹിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിത് ഫുൾ ഇരുന്ന് കാണും. അങ്ങനെ അത്രക്കും ഒരു കാട്ടിലെത്തിയ ഫീലാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ ഈ ഈ വീഡിയോയിൽ നിങ്ങൾ മുന്നേ കണ്ടിട്ടില്ലേ മൃഗങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ. മീർക്കാറ്റ് ആണ് ഗൈസ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ പറയൂ. അടുത്തൊരു നമുക്കൊരു ഷിറ്റ്സൂനെ എടുത്തു നോക്കാം. വാ കമോൺ. ഇവിടുത്തെ ഷിറ്റ്സൂനെ എടുക്കട്ടെ. ആനപ്പുറത്ത് കയറി ഷിറ്റ്സൂനെ എടുക്കട്ടെ. വാ നമുക്ക് ഈ ഷിറ്റ്സൂനെ നമുക്കൊന്ന് ഷിറ്റ്സുവിനെ എടുക്കാം. ഓ നമുക്ക് ഫോട്ടോ എടുക്കാം എടുത്തിട്ട്. ഷിറ്റ്സു ബ്രീഡിന്റെ പേരാണ് ഷിറ്റ്സു. നോക്കുന്നില്ലാലോ. കൊഞ്ചിക്കൈന വരുന്നില്ല. വേണ്ട പോലും പോയി അന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നി. നോക്കട്ടെ, അങ്ങോട്ട് പോയോക്കാം. പൊളിച്ചം പത്ത് കളിക്കുന്നോ? കൈ കടിക്കും. അത് കളിക്കുന്നതാണോ തോന്നുന്നു. സൊള്ള് കയറി ഗൈസ്. സൊള്ള് കയറിയിട്ട് കളിക്കുന്നു. വെള്ളത്തി ഷിറ്റ്സു. ഇത് സ്ലൈഡർ. അടുത്തത് കംബോഡിയൻ സ്ക്വിരിൽ അണ്ണാൻ. ഓ വാവ്. ഇത് ഓടിക്കളിക്കും. നടുക്കൂട്ടി ഇങ്ങനെ ഓടും. ഇതിന്റെ ഉള്ളോട്ടിയാ ഒന്ന് ഓടിച്ചാ നോക്കട്ടെ. ഞാൻ പറഞ്ഞ ഓടാ എന്റെ മാമന്റെ മക്കളൊന്നല്ല. തോന്നി പോലെ ഓടും. ഇതെന്ത് ഇത് അതിന്റെ തന്നെ വേറെ കളർ. ഇതിനുണ്ട് ആയിട്ട് മാറോളി. അവസാനം നമ്മള് ഫിഷിന്റെ അടുക്ക് എത്തി. ഇതട്ടെ കയ്യിലോട്ടാ. മാറോളിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓക്കെ. ഇങ്ങനെ അടിക്കുക. ഇത് ഫുൾ പ്രശ്നമാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് കണ്ട ഒരു കുട്ടിക്ക് ഫിഷിൻ്റെ ഫീഡ് കൊടുത്ത് അത് കുട്ടി ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മളും കുറേ നേരം ഫിഷിന് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ട് നിന്ന് നല്ല രസമാണ്. കൈ അതിൻ്റെ അകത്ത് കുത്തി വെക്കെ. വീഡിയോ കാണലുണ്ട്. വീഡിയോയിൽ കാണലുണ്ട്. അടിപൊളി. ഓറില്ല ഓണറില്ല. 8 മണിക്ക് ക്ലോസ് ചെയ്യും. നമ്മളോട്ടെ ബൈ. നേരെ പോ. കഴിച്ച അടുത്ത് നമ്മൾ ഇഗ്വാനേന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇഗ്വാനേനെ കാണിച്ചു തരാം ഇങ്ങോട്ട്. ഇഗ്വാന ഫ്ലാഷ് അടിക്കരുത്. ഫ്ലാഷ് ഓഫ് ആക്കാം. ഇതാണ് ഇഗ്വാന. ഇത് ഇഗ്വാനയാണ്. ഇത് കുറുക്കൻ. വളർത്തുന്ന കുറുക്കൻ. വീട്ടിൽ വളർത്തുന്ന കുറുക്കൻ. കുറുക്കു ഇതെന്താ സാധനോ? അത് എന്തോ ഒരു വെറൈറ്റി സാധനമാണ്. അതിന്റെ പേര് കൂടി എഴുതിയിട്ടൊരു. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗാൽഗോകളാണ് ഗൈസ്. ഗാൽഗോകൾ. ഇനി അടുത്ത പ്രാവിന്റെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് പ്രാവാണ്. പല ടൈപ്പിലെ പ്രാവുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതാ ഫാൻഡെയിൽ കടിക്കുവാ. പണ്ട് കന്യാസ്ത്രീ പ്രാവ് എന്നെല്ലാം പറയുന്നത് ഇതാന്ന് തോന്നുന്നു ഗൈസ്. കന്യാസ്ത്രീയാണ് ഇത്. മറ്റേ ഇത് ഒന്നാമത് മയിൽപ്രാവ്. ഇത് പൗട്ടറാന്ന് തോന്നുന്നു. പൗട്ടർ പ്രാവുകൾ. ഇതെന്താണെന്ന് എനിക്കറിയില്ലേ. ഇത് കിങ് ആന്ന് തോന്നുന്നു. കിങ് അല്ലേ? കിങ് അല്ല. ഇതും പൗട്ടറിന്റെ വേറൊരു വെറൈറ്റി. ഇത് അങ്ങനെ എന്തോ പറയാ. ഇതെല്ലാം ജീവനുള്ളതാണ്. കാണിച്ചു നോക്കിയിട്ട്. ഇതെല്ലാം ജീവനുള്ള സാധനം. എന്തോ പറയും. സ്റ്റാർ ഫിഷിനെ പോലത്തെ എന്തോ സാധനം. പാരറ്റ് ഫിഷ്. അരോണം. അടുത്തത് നമ്മൾ സ്പിരിറ്റിനെ കാണാൻ എത്തിയിട്ടുണ്ട്. കംബോഡിയൻ സ്പിരിറ്റിന്റെ വേറെ വെറൈറ്റി. ഇങ്ങോട്ടോ ഒളിച്ചിരിക്കുന്ന ഒരു തവളയും നിങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ പോകുന്നുണ്ട്. സ്നേക്സ്. പല വെറൈറ്റി ഓഫ് പാമ്പുകൾ ഇവിടെ ഉണ്ട്.
അടുത്ത കാണിച്ചു കൊടുക്കട്ടെ. ഇത് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കുന്ന റാറ്റ്. ഓ വാട്ടെ ഇതെന്നാ പറയണ്ട. റാറ്റ് കണ്ടുപിടുത്തം, ടെക്നോളജി. യായ എന്റെ കുട്ടിയെ നോക്കി ബേബീസ് ചെറുതായിരുന്നല്ലേ. ഇതാ വേറെ എന്തിനാ ഓടിക്കളിക്കുന്ന കുട്ടി. ഇതാ അമ്മേന്റെ പാല് കുടിക്കുന്നു. ഇതെല്ലോ റയർ കണ്ടന്റ്. അതെ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്ന എന്നെ സമ്മതിക്കണം. ഇത്ര പുറത്തു വന്ന് നിങ്ങൾ എപ്പം കണ്ടില്ല ഗൈസ്. ഒരു വെറൈറ്റി ആമയാണ്. നിങ്ങൾക്കൊന്ന് നോക്കിയ തല നോക്കിയ എന്നാ പാമ്പിനെ പോലെ ഉണ്ടല്ലോ തല. ഇത് ആഫ്രിക്കൻ ആമയാണ്. കാണുന്നില്ല. ആഫ്രിക്കൻ ആമയാണ്. ഇതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട് നമ്മ രണ്ടാളും. നമുക്ക് രണ്ടാൾക്കും വളരെ വിചിത്രമായ ഒരു അനുഭവമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. മക്കാവോ ബ്ലൂ ഒരു കാട്ടിലെത്തിയ ഫീലാണ് നമുക്ക്. അടുത്തിട്ടുണ്ട് പറയുന്നു മലമുഴക്കാതെ വേഴാമ്പൽ. വളർത്താൻ പറ്റുന്ന വേഴാമ്പലാണ്. വീട്ടിലൊക്കെ വളർത്താൻ പറ്റും. അങ്ങനത്തെ ഒരു കിടിലൻ വേഴാമ്പലാണ്. വാവ് വാട്ട് എ ബ്യൂട്ടി. നിങ്ങൾ കാണുമ്പോൾ ഒരു സ്റ്റാച്യു പോലെ തോന്നും, പക്ഷെ ഇത് അനങ്ങും. കണ്ടാ ഗുഡ് മങ്കിയാണ് ഗൈസ്. മർമസെറ്റ് മങ്കീനെയാണ് നിങ്ങൾ കാണുന്നത്. അവിടുന്ന് കളിക്കുന്ന അതിന്റെ പൊട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട്. എന്തിനും വെച്ചിട്ടുണ്ടാവേ ഷാർക്ക്, വൈറ്റ് ഷാർക്കുകൾ, നിരവധി വൈറ്റ് ഷാർക്കുകളെ ഇവിടെ ഇട്ടിട്ടുണ്ട്. Go this way. കടിച്ചിട്ടുണ്ടെങ്കിൽ പണിപാടും. ബോണി നോ ഒറ്റ പൊന്തിച്ചിട്ടൊരു കടിയാ. പൊന്തിച്ചിട്ടൊരു കടി അടിച്ചിട്ടുണ്ടെങ്കിൽ എലിഫന്റിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. ഞാനക്ക് എടാ പക്ഷീന്റെ മേത്ത് കയറിയിട്ട് ഫുള്ള് ഇത് പക്ഷി തലയിൽ കയറിയിട്ട് എന്തെല്ലോ തലയിലിട്ട് ഓനിട്ടല്ലേ തൂറിയും തോന്നല്ലേ അത് പറയല്ല. അടിതേ തെച്ചിക്കോട്ട് കാവ് രാമേന്ദ്രനോ? ഇത് മംഗലാംകുന്ന് കർണ. അല്ല എനിക്കൊന്ന് പാമ്പാടി രാജനെ പോലെ തോന്നുന്നു. പാമ്പാടി രാജനാ കർണനാന്തു. പാമ്പാടിയുടെ കർണ നല്ല തല മസ്തകം എടുപ്പുണ്ട്. മംഗലാംകുന്ന് അയ്യപ്പനാണോ? അപ്പൊ നമ്മൾ ഫൈനലി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ബീച്ച് വൈബാണ്. ബീച്ചിൽ പോണോ? ബീച്ചിൽ പോകാം. ബീച്ചിൽ പോവാല. ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. പട്ടം കാണിച്ചു കൊടുക്കാം. പട്ടം പറത്താൻ പറ്റൂ. പിന്നെ നമുക്ക് പെറ്റ് സ്റ്റേഷനിലും കയറാം, ബീച്ചിലും ഇറങ്ങാം. ആൾക്കാർ മാട്ടൂലല്ലേ? മാട്ടൂല് വന്നു കഴിഞ്ഞാൽ ശാന്തിയും സമാധാനമുള്ള ബീച്ച് ഉണ്ട് ഇവിടെ. പിന്നെ അടിപൊളി ഒരു പെറ്റ് സ്റ്റേഷനും ഉണ്ട്. അത് അവിടെ ഗംഭീര സ്ഥലമാണ്. ഏതാ വ്യൂ കാണിച്ചു കൊടുക്കാം. ആക്ച്വലി അതിമനോഹരമായ ഒരു രംഗം. എന്റെ ഗ്ലാസ് എങ്ങനെയുണ്ട്? സ്പെക്സ് ഇത് എന്റെ അല്ല, വളരെ മോശമാണ്. ഇത് എന്റെ അല്ല, എന്റെ ഷിക്കൂട്ടന്റെ ആണ്. നോക്കട്ടെ, ഷിക്കൂട്ടൻ വെച്ച് കഴിഞ്ഞാൽ കത്തും. ഷിക്കൂട്ടിന് രസമില്ലാലോ. നിങ്ങൾ കമന്റ് ചെയ്യും. ഷിക്കൂട്ട യൂട്യൂബിൽ വീഡിയോ ഇട്ടിനെ കേറിയാ നോക്കട്ടെ. കേറിയാ കാണിക്കുന്നത്, ആരെയാ കാണിക്കുന്നത്? എന്നെ കാണൂടാ. ഇങ്ങോട്ടാ 0.6 അല്ലേ? ഒന്നുമില്ല. യൂട്യൂബ് കൊടുത്തു കണ്ടാ, ആകെ 739 വ്യൂ ആറ്റേ ഉള്ളൂ. എന്ത് ചെയ്യാ. ബട്ട് നമ്മുടെ വീഡിയോനെല്ലാം ഫുൾ വ്യൂസ് ആണ് ഗൈസ്. അടിപൊളി വ്യൂസ് ആണ്. മില്യൺസ് വ്യൂസ് ആണ്. പുതിയ മൈക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. അല്ലെ നമ്മളെ പുതിയ മൈക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം. അതെ നമ്മൾ പുതിയ മൈക്ക് സൗണ്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഇപ്പൊ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ആണ്. ഇനിയിപ്പം ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ
അത് മാറും. ഇപ്പോൾ മൊത്തം സൗണ്ട് കിട്ടും. ഇപ്പൊ എങ്ങനെയുണ്ട്? കടലിന്റെ തിരകളുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അന്നേരം നിന്റെ കേൾക്കൂലേ? ഇതിപ്പോ കൊളാബ്, ഇതിപ്പോ നമുക്കൊരു കൊളാബ് വന്നതാണ്. കൊളാബ് വന്ന് മൈക്കൊക്കെ വന്നു. ഇപ്പൊ നമ്മൾ സെറ്റായി വരുന്നുണ്ട്. ഇനി ഭാവിയിൽ ഒരു ഏകദേശം YouTuber ആവുമെന്ന് ഒരു വിചാരിക്കുന്നു. 4-5 മാസം കൊണ്ട് ഒരു വലിയ യൂട്യൂബർ ആവണമെന്നാണ് എന്റെയും ഷിക്കൂട്ടന്റെയും ആഗ്രഹം. എനിക്ക് 2 മാസം കൊണ്ടൊക്കെ അതെ അതെ. അതിന്റെ ഭംഗി നമ്മൾ കാണിച്ചു തരാം. മാട്ടൂൽ എന്ന് പറഞ്ഞാൽ അധികം ആരും അറിയപ്പെടാതെയാണ്. ഇനിയിപ്പോ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അന്നേരം നമുക്ക് പ്രശ്നമാണ്. നീ എങ്ങോട്ടാ കാണിക്കുന്നു ഷൊട്ടപ്പാ? ആർക്കാർക്ക് പറയുന്നു. 360 ഇത് കൊടുക്കാം. അടുത്ത് ഇത് നമ്മളെ മാറോളിനെ കാണിക്കാൻ പോകുന്നു. 360 വന്നിട്ട് ഇതാ മാറോളി എത്തി. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മാട്ടൂലിലെ ജനങ്ങൾ അവരുടെ സായാഹ്നം വളരെ മനോഹരമാക്കാൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ബീച്ചാണ് മാട്ടൂൽ ബീച്ച്. ഇത് ശരിക്കും പറഞ്ഞാല് അതിമനോഹരമാണ്. ആൾക്കാർ അധികമൊന്നുമില്ല. നമ്മളെ മുഴപ്പിലങ്ങാട് ബീച്ചെല്ലാം പോലെ തിക്കും തിരക്കുമില്ല. അതുകൊണ്ട് നമുക്കൊരു ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെലവഴിക്കാൻ പറ്റും. അതെ അതെ. ഇത് ആരെയൊക്കെ കപ്പിളെല്ലാം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്. ആരോഗ്യ കപ്പിള്. അതെ, കപ്പിൾസിനൊക്കെ നല്ലതാണ്. പക്ഷെ വി ആർ സിംഗിൾസ്. അല്ല, ഞാൻ സിംഗിൾ ആണ്, അവനല്ല. അല്ല, ഞാൻ സിംഗിൾ അല്ല, അവൻ സിംഗിൾ അല്ല ഗൈസ്, അവൻ കമ്മിറ്റഡ് ആണ്. ഇനി അവിടെ ഒരു ചായപ്പൊടി നമുക്ക് ചായ കുടിച്ചാലോ? ഈവനിങ് ആയ ഒരു ചായ നിർബന്ധം. അതെ, നമുക്ക് കണ്ണൂരിന്റെ പ്രത്യേക വിഭവങ്ങളായ മറ്റേ പഴംപൊരി, മറ്റേ പഴംപൊരി, കല്ലുമ്മക്കായി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ബീച്ചിന്റെ സൈഡിൽ ലഭിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അതെ അതെ. കടൽ നോക്കിയാ സൺസെറ്റ് ആണ് ഗൈസ്. ഇനിയിപ്പോ സണ്ണ് പോയി തോന്നുന്നു. സൺസെറ്റ് കഴിഞ്ഞു പോയല്ലേ? നമുക്ക് അയാളോട് എന്തെങ്കിലും ചോദിച്ചാലോ? അത് നീ ചോദിക്കാം. എന്നാ ചോദിക്കുക? എന്താണ് മാട്ടൂലിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നീ ഒരു നാട്ടുകാരനാന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത് ചോദിച്ചു നോക്കിയാലോ? നീ ചോദിക്കോ? ഞാൻ ചോദിക്കൂല. ചോദിക്കടാ. നമ്മൾ ഇൻട്രോവേർട്ടാണ് ഗൈസ്. മാട്ടൂലിനെ പറ്റി 2 വാക്ക് പറയുകയും ചോദിച്ചാലോ? ഈ പെറ്റ് സ്റ്റേഷൻ എത്ര കാലമായി വന്നിട്ട് ചോദിച്ചാൽ? നീ ഗൈസ്, ഇവന്റെ ചാനലാന്ന് പറഞ്ഞ അന്ന വീഡിയോ ഒഴിവാക്കി എന്നിട്ട് ഇവന് ചോദിക്കാൻ പറ്റൂലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന്റെ അതില്ല. നിങ്ങൾ എന്റെ ചാനൽ കാണുന്നുണ്ട് പറയാ, ഇവൻ മാത്രമേ ഇതിന്റെ അകത്തില്ല. നമുക്ക് ചോദിച്ചോ? പോയിന്റ് വണ്ടിയിൽ ഇങ്ങനെ കിട്ടൂലടാ. നീ ചോദിക്കും. ഞാൻ ചോദിക്കൂല. പേടിക്കാം. അതിമനോഹരമായി കടലിന്റെ തീരത്ത് നിങ്ങൾക്ക് വേണ്ടി ചായ കുടിക്കാം. ഇവിടെ പഴംപൊരി, കല്ലുമ്മക്കായി, അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കിട്ടും. ചായ കുടിക്കുന്നോ? വാ. ഇവിടെ ക്രെഡിറ്റ് കാർഡ് എടുക്കോ? ഇല്ല, എൻ്റെ അടുക്ക ക്യാഷ് ഉണ്ട്. എന്നാ സുക്കൂട്ടൻ ഒരു സ്റ്റോറി ഇട്ടു. അപ്പൊ ഇവന്റെ പഴയ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അവള് ലൈക്ക് ഇട്ടത് ഇവൻ ഭയങ്കര സൊള്ളിലാണ്. ഫൈനലി കട്ടൻ കിട്ടി. എന്ത് കട്ടൻ കിട്ടിയാലും സ്നാപ്പ് അയക്കുന്ന ഒരു ചങ്ക് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? നേരെ ഒരു കട്ടൻ ചായയും കടലും. എന്ത് വൈബ്, ഏത് മൂഡ് ഗൈസ്, എന്ത് വൈബ്. ആക്ച്വലി ഷിക്കൂട്ടൻ തന്റെ കാമുകിയുമായി ചാറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ഇവനൊരു കള്ള നോട്ടം നോക്കിക്കോ. മാട്ടൂൽ ബീച്ചിന്റെ അതിമനോഹരമായ സൺസെറ്റ്. എന്റെ മോനെ നൈസ് വ്യൂ. അവിടെ മഞ്ഞ വെളിച്ചം അടിക്കുന്നു പറഞ്ഞൊരു വീഡിയോ കേട്ടെ. മഞ്ഞ വെളിച്ചാ? അത് ചെയ്താലോ? ചെയ്യാം. മഞ്ഞ അത് കിട്ടില്ല അല്ലേ? അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു. അടുക്ക് ഇടുന്നൊരു ഫോട്ടോ എടുക്കണം. ഇതുപടിയായി ഷിക്കൂട്ടൻ നഞ്ഞു പറയാ. ഇത് വെള്ളത്തിലിട്ട പോയിപ്പോടാ. ഇവൻ ഡൽഹി മാർക്കറ്റിൽ നിന്ന് 100 രൂപയ്ക്ക് മേടിച്ച ചെരുപ്പ് വിട്ടിട്ട് വെള്ളം നഞ്ഞ് പോയി ഗൈസ്. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബൈ ബൈ.